ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും സദ്യയ്ക്ക് ആദ്യം വേണ്ടത് ഇഞ്ചിക്കറിയാണ്. പോണമൊക്കെ വരെയല്ലേ, അപ്പോൾ എന്തായാലും ഇഞ്ചിക്കറി വേണം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇഞ്ചി എടുക്കുക. ഒരു 250 ഗ്രാം ഇഞ്ചിയോളം ഉണ്ട് ഇത്. അത് നല്ലപോലെ കഴുകി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എല്ലാം ഒരേപോലെ തന്നെ കട്ട് ചെയ്യണം. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഫ്രണ്ട്സ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്യാം, എങ്ങനെ വേണോ കട്ട് ചെയ്യാം, പക്ഷേ ഒരുപോലെ ആയിരിക്കണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കഴുകി ഇതേ സൈസിൽ കട്ട് ചെയ്യുക. പിന്നെ കുറച്ച് 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിയിട്ട് കുതിർത്ത് അതിൻ്റെ രസമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിക്കാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എണ്ണ ചട്ടിയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ വറുത്ത് കോരി മാറ്റണം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനുള്ളത്. ഇതുപോലെ നന്നായിട്ട് എടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഫ്രണ്ട്സ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എണ്ണ എടുക്കാം, ഏതാണോ നിങ്ങളുടെ ചോയ്സ് അതുപോലെ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ വറുത്ത് കോരി ഇടണം. ഇച്ചിരി ക്ഷമ വേണം ഫ്രണ്ട്സ്, കുറച്ച് ടൈം വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ആവത്തില്ല കേട്ടോ. അതുകൊണ്ട് സാവകാശം വേണം ഇത് വറുത്തെടുക്കാൻ. നല്ലോട്ട് വറുത്തെടുത്ത് ഈ പരുവാകുമ്പോൾ കോരി മാറ്റുക. ബ്രൗൺ കളറാകുമ്പോഴത്തേനും മാറ്റിയെടുക്കണം. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉള്ളി അതിലേക്കിട്ട് ഇതേ വറുത്തെടുക്കണം. ഉള്ളിയും വറുത്തെടുക്കണം. ഉള്ളി ഒരു ബ്രൗൺ കളർ ആകാറായി വരുന്ന സമയമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ പച്ചവെള്ളം ഇതിനോടുകൂടി ഇട്ട് വറുക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ പച്ചവെള്ളം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു പകുതി കൂടുതൽ കഴിയുമ്പോൾ ഈ കളറാകുമ്പോഴത്തേനും പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒരു 2 ഇതിൽ കറിവേപ്പില ഇട്ട് അതും കൂടെ കോരി വറുത്ത് മാറ്റണം. നന്നായിട്ട് കരിഞ്ഞു പോകരുത് ഫ്രണ്ട്സ്, കൂടെ തന്നെ നിന്ന് വറുത്തോളണം കേട്ടോ ചെയ്യുന്നവർ. ഇതേപോലെ ആകുക, കണ്ടോ? ഇങ്ങനെ രണ്ടും ഇതേപോലെ ഒരേ സൈസാകുക. എന്നിട്ട് നമ്മൾ ജാറിലിട്ട് കൊടുക്കുക. ജാറിലിട്ടതിന് ശേഷം അത് കുറച്ച് പൊടിച്ചെടുക്കുക. ഒരുപാടങ്ങ് പൗഡറായി പോകരുത്. കണ്ട് ഇതേപോലെ തരി വേണം ഫ്രണ്ട്സ്, എങ്കിൽ മാത്രമേ ഇഞ്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് അതേ എണ്ണ തന്നെ കുറച്ച് കോരി മാറ്റിയിട്ട് ബാക്കി വരുന്ന എണ്ണയിൽ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഒരുപാട് എണ്ണ ആയിക്കഴിഞ്ഞാൽ ഇഞ്ചിക്ക് കൊള്ളത്തില്ല ഫ്രണ്ട്സ്. അതുകൊണ്ട് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതേ എണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിന് ചേർക്കേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ കരിയും. അപ്പോൾ ഓഫാക്കിയതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത് ഫ്രണ്ട്സ്, എരിവായി പോവും. അപ്പം ഞാൻ സാധാരണ നോർമൽ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അത് നല്ല എരിവാണ്. അതുകൊണ്ട് ഞാൻ ഒരു 3/4 സ്പൂൺ മുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഒരുപാടായി പോലെ കഴിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉലുവാപ്പൊടി, ഞാൻ ഉലുവ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന ഉലുവാപ്പൊടിയാണ്. അതിൽ നിന്ന് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് കൂടിപ്പോകരുത് ഫ്രണ്ട്സ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കണം. സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മിക്സ് ആയതിനു ശേഷം നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, പുളി രസം, ആ രസം ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ ഒരുവിധം നമുക്കൊന്ന് കട്ടിയായി വരുമ്പോഴൊക്കെ നല്ലപോലെ കണ്ടോ, ഒന്ന് കട്ടിയായി വരും. എന്നിട്ട് അതൊന്ന് തിളച്ചെടുക്കണം. തിളപ്പിച്ചാലേ കൊള്ളാവുള്ളൂ. ഉണ്ടോ, ഇതേപോലെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം, ഒരു കപ്പ് വേണ്ട, ഒരു 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് പച്ചവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചത് ടേസ്റ്റ് പോവും. അപ്പോൾ അതിൽ തിളപ്പിച്ചാറ്റിയ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വേണ്ട വിധം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കണം എത്ര മതി എന്നുള്ളത്, അളവിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ ഫ്രണ്ട്സ്. വെള്ളം ഒഴിച്ച് കൊടുത്തതല്ലേ, നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം
ഇത് കാണുന്നതോ. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പൗഡറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് തട്ടി കൊടുക്കുക. തട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, അതിനകത്ത് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ടേസ്റ്റിന് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്ര മതി. നന്നായിട്ട് തേച്ചെടുക്കുക. അത് ഇതേപോലെ ഈ പരുവത്തിലാക്കിയിടുക. ചില നാട്ടിലോട്ടൊക്കെ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കും. ഞങ്ങളുടെ നാട്ടിലൊന്നും ശർക്കരയില്ല ഫ്രണ്ട്സ്. ഇവിടെ ശർക്കര മധുരം ആർക്കും ഇഷ്ടമല്ല. ഇഞ്ചിക്ക് ഇഞ്ചിയുടെ ഒരു ഇത് തന്നെ വേണം. സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.